കഴിഞ്ഞ ദിവസം ഫിഷ് മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയായിരുന്നു. അപ്പോൾ മീൻ വാങ്ങിച്ച കൂട്ടത്തിൽ കുറച്ച് ചൂരയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂര കിട്ടിയാൽ ഞാൻ എപ്പോഴും അതൊന്ന് അച്ചാറിടുവാണ് ചെയ്യാറ്. ഇഞ്ചി വെളുത്തുള്ളി മുഴുവനെയുള്ള കുരുമുളക് ഇത്രയും മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ച് മീനിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യമുള്ള ഉപ്പ്, മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വേണമെങ്കിൽ നമുക്ക് മാരിനേഷനായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. എത്രത്തോളം മാറ്റി വെക്കുന്നോ അത്രത്തോളം നല്ലതാണ്. ഇന്ന് കുറച്ച് മീനേ ഉള്ളത് കൊണ്ടും ഇത് അധിക ദിവസം വെക്കാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്, അച്ചാർ ഇടുന്നതും. അല്ലെങ്കിൽ ഞാൻ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. ഇനിയും ഈ നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. എങ്കിൽ മാത്രമേ ഒരു മീനച്ചാറ് ചീത്തയാകാണ്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. നല്ല ചുമക്ക തന്നെ വറുത്തെടുക്കണം. ചുമന്ന് വറന്ന് വരുമ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലൊരു 1/4 കപ്പ് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു എണ്ണ തെളിയുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ മീനും കൂടി ചേർത്ത് ഇളക്കുക. അപ്പം എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള മീനച്ചാറ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ.